വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്നൊരു വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. തലേ ദിവസം ചെമ്മീനിൽ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു സവോള, ഒരു അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, രണ്ടും ചോപ്പ് ചെയ്ത് വയ്ക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ബൗളിൽ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും, വെളിച്ചെണ്ണ. ആദ്യം ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സവോളയും ജിഞ്ചർ ഗാർലിക്കും അധികം അങ്ങോട്ട് ഫ്രൈ ആവണ്ട കേട്ടോ. ഇതിലേക്ക് നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാതും ഇട്ട് കൊടുക്കുക. പൊടികൾ നല്ലോണം മൂത്ത് വരണം, ആ പച്ചമണം നല്ലോണം മാറണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി, കാരണം ചെമ്മീനിൽ ഓൾറെഡി ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നല്ലോണം യോജിക്കണം സവോളയായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം, അധികം സമയം എടുക്കില്ല കുക്കായി കിട്ടാൻ. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെമ്മീൻ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്നുകൂടി കുക്കാവണം. അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചു കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ കുറച്ച് ഡ്രൈ ആയി വന്നിട്ടുണ്ടാകും. ഈ സമയത്ത് നല്ലോണം ഇളക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പാകത്തിനുണ്ടോ നോക്കാം. അതുപോലെ എരിവ് കുറവാണെങ്കിൽ കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക്. ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുന്നില്ല, കാരണം ചെമ്മീൻ ഓൾറെഡി കുറച്ച് എരിവുള്ള മുളക് പൊടി ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആവശ്യത്തിന് എരിവുണ്ട് കേട്ടോ. നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. നിങ്ങൾക്ക് ഇനിയും ഡ്രൈ ആക്കണമെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം. എനിക്കിപ്പോൾ ഒരു കൺസിസ്റ്റൻസി മതി. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്